ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ക്ലാസിക്സ് ഓഫ് വേൾഡ് ലിറ്ററേച്ചറിലെ റുസ്തം ആൻഡ് സൊഹറാബ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. പേർഷ്യൻ കവിയായിട്ടുള്ള ഫിർദൗസി എഴുതിയ ഒരു മഹാകാവ്യമാണ്. നമ്മളിവിടെ ഇതിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. One day, the great warrior Rustam went to hunt on his horse Rakush. ഒരു ദിവസം റുസ്തം എന്നു പേരുള്ളൊരു വാറിയർ. റുസ്തം എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനല്ല. നമ്മുടെ ഗ്രീക്ക് പുരാണത്തിലൊക്കെ ഹെർക്കുലീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെയുള്ള ഒരു ശക്തനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ റുസ്തം എന്ന് പറയുന്നത്. 500 വയസ്സ് വരെയൊക്കെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പുരാണ കഥാപാത്രമായിട്ടുള്ള ആളാണ് ഈ റുസ്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥയിൽ ഇദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കുതിരയായിട്ടുള്ള റക്കൂഷിൻ്റെ പുറത്ത് വേട്ടയാടാൻ വേണ്ടിയിട്ട് പോകുന്നു. ആഫ്റ്റർ ഹിസ് ഹണ്ട് ആൻഡ് ഫീസ്റ്റ് വൈൽ ഹി വാസ് സ്ലീപ്പിംഗ് നൈറ്റ്സ് ഫ്രം തുറാൻ അബ്ഡക്റ്റഡ് റക്കൂഷ്. അങ്ങനെ ഇദ്ദേഹം വേട്ടയാടൽ കഴിഞ്ഞിട്ട് അത് വേട്ടയാടി കിട്ടിയതൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചങ്ങനെ വിശ്രമിച്ച് ഉറങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കുതിരയായിട്ടുള്ള റക്കൂഷിനെ തുറാൻ എന്ന് പറയുന്ന രാജ്യത്തെ കുറച്ച് നൈറ്റ്സ് പ്രഭുക്കന്മാർ വന്നിട്ട് തട്ടിക്കൊണ്ടുപോയി. ഈ കുതിര അവിടെ ഫൈറ്റ് ചെയ്ത് നിന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവർ കുറേ പേരുണ്ടായത് കാരണം കൊണ്ട് അവർ ഈ കുതിരയെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. റുസ്തം, റിയലൈസിംഗ് ദാറ്റ് റക്കൂഷ് വാസ് ഗോൺ, ഫോളോസ് ദ ഫുട് പ്രിന്റ്സ് ആൻഡ് റീച്ചസ് ദ സിറ്റി ഓഫ് സമാങ്കൻ. അങ്ങനെ ഇയാൾ ഉറക്കമുണർന്ന് നോക്കുന്ന സമയത്ത് കുതിരേനെ കാണാനില്ല. കുതിരയില്ലാതെ ഇയാൾക്ക് നടന്ന് തിരിച്ചു പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇയാൾ ഈ കുതിരയുടെ കാൽപ്പാടുകൾ നോക്കിയിട്ട് പിന്തുടർന്നുകൊണ്ട് സാമാങ്കൻ എന്നു പേരുള്ള ഒരു സിറ്റിയിൽ എത്തുന്നു. ദ കിങ് ഓഫേർഡ് ടു ഹെൽപ്പ് ഫൈൻഡ് ദ ഹോഴ്സ് ആൻഡ് അക്കോമഡേറ്റ്സ് റുസ്തം ഇൻ ദ പാലസ്. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ റുസ്തമിനെ പോലുള്ള വലിയൊരു ആളാണ് ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ ഈ കൊട്ടാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് അവിടുത്തെ രാജാവ് ഇവിടെ ഇറങ്ങി ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുതിര കാണാതായ കാര്യം പറയുമ്പോൾ കണ്ടുപിടിച്ച് തരാമെന്ന് പറയുകയും അതുവരേക്ക് ഇവിടെ കൊട്ടാരത്തിൽ വിശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടുത്തെ രാജാവ് പറയുന്നു. ദ പ്രിൻസസ് തമീനെ, who had heard a lot about Rustam's glories, visits him to confess her admiration. ഈ രാജാവിൻ്റെ മകളായിട്ടുള്ള തമീനെ, അവർ റുസ്തമിനെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് ഇയാൾ വലിയൊരു യോദ്ധാവാണെന്നുള്ളതും ഈ രാക്ഷസന്മാരെ വരെ ഇയാൾ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും അങ്ങനെ ഒരുപാട് കഥകൾ റുസ്തമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ അന്ന് രാത്രി ഈ തമീന എന്ന് പറയുന്ന ഈ രാജകുമാരി റുസ്തമിൻ്റെ അടുത്ത് ചെന്നിട്ട് അവരുടെ ആരാധന അറിയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. Then she wanted to have a child with Rustam, saying their son could be the greatest warrior on earth. അങ്ങനെ ഇയാൾ പുകഴ്ത്തിയിട്ട് പറഞ്ഞതിലേക്ക് ശേഷം ഈ രാജകുമാരി ആവശ്യപ്പെടുന്നത് റുസ്തമിൽ നിന്ന് അവർക്കൊരു കുഞ്ഞ് ജനിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ യോദ്ധാവായിട്ട് അവൻ വളരും എന്നെല്ലാമാണ് അവൾ പറയുന്നത്. ദേ മേക്ക് എ അലയൻസ് വിത്ത് ഹെർ ഫാദേഴ്സ് ബ്ലെസ്സിങ്സ് ആൻഡ് കസ്റ്റംസ്. അങ്ങനെ റുസ്തം ഈ കാര്യം കേൾക്കുന്ന സമയത്ത് ഇവളുടെ പിതാവിൻ്റെ അടുത്ത്, രാജാവിൻ്റെ അടുത്ത് സംസാരിച്ച് അവിടുത്തെ ആചാരങ്ങളും ചടങ്ങുകളൊക്കെ അനുസരിച്ചുകൊണ്ട് അവളെ സ്വീകരിക്കുന്നു. He gave her an onyx, a symbol jewel, and asked her to adorn it on the dress if they have a daughter, and wear it on arm if it's a son. അതിനുശേഷം ഒരു അടയാളമായിട്ടൊരു ജുവൽ ഇദ്ദേഹം അവൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ അവളുടെ വസ്ത്രത്തിൽ ഇത് അണിയണം, അതുപോലെ ആൺകുട്ടിയാണെങ്കിൽ അവൻ്റെ കൈത്തണ്ടയിൽ ഇത് കെട്ടണം എന്നുള്ള രീതിയിൽ പറയുന്നു. Then when Rakush was found, he returned. അങ്ങനെ ഇവർ ഈ കുതിരയെ കണ്ടെത്തി തിരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നു. പാർട്ട് 2. ഡേയ്സ് പാസ്ഡ് ആൻഡ് തമീനെ ഗേവ് ബർത്ത് ടു എ സൺ ആൻഡ് നെയ്മഡ് ഹിം സൊഹ്റാബ്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളൊക്കെ കടന്നുപോയി. തമീനയ്ക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. അവന് സൊഹ്റാബ് എന്ന് പേരിടുന്നു. He grew and matured so fast that by the age of 10 he had become a warrior. ഈ കുട്ടിയാണെങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് വളരെ വേഗത്തിലാണ് വളരുന്നത്. അതുപോലെ തന്നെ വലിയ ബുദ്ധിയാണ് പ്രകടിപ്പിക്കുന്നത്. 5 വയസ്സിലൊക്കെ ഇവൻ ഈ ആയോധന കലകളൊക്കെ അഭ്യസിച്ചു തുടങ്ങുന്നു. 10 വയസ്സാവുമ്പോഴേക്കും അവനൊരു യുവാവിനെ പോലെ വളർച്ച പ്രാപിക്കുകയും വലിയൊരു യോദ്ധാവായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. When he learns that he is the son of Rustam, he plans to defeat the king of Iran, Kaikous, and give the throne to his father.
അങ്ങനെ ഇവന്റെ അമ്മയുടെ അടുത്ത് ഇവന്റെ അച്ഛനെ കുറിച്ചിട്ട് ചോദിക്കുന്നു. അപ്പൊ അവന്റെ അമ്മ പറയുന്നു, റുസ്തമാണ്, ആ മഹാനായിട്ടുള്ള യോദ്ധാവായിട്ടുള്ള റുസ്തമാണ് നിന്റെ പിതാവ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയാണ്. ഇറാനിലെ രാജാവിനെ പരാജയപ്പെടുത്തിയിട്ട് ആ രാജകിരീടം അവന്റെ പിതാവിന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അവൻ ആലോചിക്കുന്നത്. ഹി പ്രിപ്പേഴ്സ് ഹിസ് ഹോഴ്സ് ആൻഡ് ആർമി ഫോർ ദ ബാറ്റിൽ. അതിനു വേണ്ടിയിട്ട് അവന്റെ കുതിരയും അതുപോലെ തന്നെ അവന്റെ ആർമി പടയാളികളൊക്കെ അവൻ സജ്ജനാക്കുന്നു. ഇറാനിലെ രാജാവ് കൈകാവൂസിനെ പരാജയപ്പെടുത്തിയിട്ട് ആ രാജകിരീടം അവന്റെ പിതാവിന് സമ്മാനിക്കണം എന്നാണ് അവൻ കരുതുന്നത്. വെൻ അഫ്രസിയാബ് ഓഫ് തുറാൻ ലേൺസ് ദിസ് ഹി മേക്സ് ആൻ എവിൾ പ്ലാൻ. അപ്പൊ തുറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അഫ്രസിയാബ് എന്ന പേരുള്ള രാജാവ് ഈ വിവരത്തെക്കുറിച്ച് അറിയുന്ന സമയത്ത്, അതായത് റുസ്തമിന്റെ മകനായിട്ടുള്ള സൊഹ്റാബ് ഇങ്ങനെ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു പ്ലാൻ അറിയുന്ന സമയത്ത് ഇയാളുടേതായിട്ടുള്ള ഒരു പ്ലാൻ കൂടി ഇയാൾ അവിടെ ഉണ്ടാക്കുന്നു. ഹി ഡിസൈഡ്സ് ടു ജോയിൻ സൊഹ്റാബ് ഇൻ ദി അറ്റാക്ക് അഗെയിൻസ്റ്റ് ഇറാൻ സോ ദാറ്റ് റുസ്തം വിൽ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഹിസ് സൺ. അപ്പോൾ ഈ സൊഹ്റാബിന്റെ യുദ്ധത്തിൽ തുറാൻ എന്ന് പറയുന്ന രാജ്യം സഖ്യമായിട്ട് ചേരാം എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ ഇയാളുടെ സൈന്യത്തിനെ ഈ സൊഹ്റാബിന് കൊടുത്തുകൊണ്ട് ഇറാനുമായിട്ട് യുദ്ധത്തിലേക്ക് പറഞ്ഞയക്കാനാണ് ഇയാൾ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തുറാൻ എന്ന് പറയുന്നത് ഈ റുസ്തമിന്റെ ശത്രുരാജ്യമാണ്. അപ്പോൾ റുസ്തം ഇറാന്റെ പക്ഷത്ത് നിന്നിട്ട് യുദ്ധം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ അച്ഛനെയും മകനെയും തമ്മിലടിപ്പിക്കാൻ കഴിയും എന്നാണ് ഇയാൾ കണക്ക് കൂട്ടുന്നത്. He asked his comrades Human and Burman to not let the father and the son know each other and sends his gift and army to Sohrab's aid. അപ്പോൾ ഇയാളുടെ അടുത്ത ആളുകളായിട്ടുള്ള ഹുമാൻ എന്നും ബർമാൻ എന്നും പേരുള്ള രണ്ടാളുകളെ സൊഹ്റാബിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. അയാളുടെ സൈന്യത്തോടു കൂടിയും അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടി വരുന്ന ചെലവിലേക്കായിട്ട് കുറെ പണമൊക്കെ ആയിട്ടാണ് പറഞ്ഞയക്കുന്നത്. ഇവരോട് പറയുന്ന കാര്യം, റുസ്തം ഈ യുദ്ധത്തിന് വരുന്ന സമയത്ത് ഒരു കാരണവശാലും റുസ്തമിന്റെ ഐഡന്റിറ്റി സൊഹ്റാബിന് മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ സൊഹ്റാബിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. പാർട്ട് 3. സൊഹ്റാബ് മാർച്ചസ് ടുവേർഡ്സ് ദ കാസിൽ ഓഫ് ഇറാൻ ആൻഡ് ക്യാപ്ചേർഡ് ദ ഗാർഡിയൻ ഹുജീർ ഇൻ എ സിംഗിൾ കോംബാറ്റ്. സൊഹ്റാബ് തന്റെ സൈന്യ സന്നാഹങ്ങളുമായിട്ട് ഇറാനെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് മാർച്ച് ചെയ്തു പോകുന്നു. അവിടെ ചെന്നിട്ട് ഇറാന്റെ കാസിൽ അല്ലെങ്കിൽ കോട്ടയുടെ കാവൽക്കാരനായിട്ടുള്ള ഹുജീറിന്, ഒരു പ്രായമായിട്ടുള്ള ആളാണ്, നേർക്ക് നേരുള്ള ഏറ്റുമുട്ടലിന് വെല്ലുവിളിച്ചിട്ട് അയാളെ തോൽപ്പിച്ചുകൊണ്ട് തടങ്കലാക്കുന്നു. ഗുസ്താഹംസ് ഡോട്ടർ ഗുദാഫ്രിദ് ഫൈറ്റ്സ് സൊഹ്റാബ് ബട്ട് ഡിസ്പൈറ്റ് ഹെർ ഹീറോയിക് എഫേർട്സ് കുഡിന്റ് വിൻ. ഇനി ഗുസ്താഹം എന്ന് പറയുന്നത് ഈ കോട്ടയിലുള്ള പ്രധാനിയായിട്ടുള്ള ആളാണ്. ഇയാളുടെ മകള് വലിയ യോദ്ധാവായിട്ടുള്ള ഒരു യുവതിയാണ്. അവര് സൊഹ്റാബുമായിട്ട് നേർക്ക് നേരുള്ള ഏറ്റുമുട്ടലിന് പോകുന്നു. വളരെ നീണ്ട നേരം ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമെങ്കിലും ഇവളുടെ കരുത്തൊക്കെ ഇവൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സൊഹ്റാബിനെ പരാജയപ്പെടുത്താൻ ഇവൾക്ക് കഴിയുന്നില്ല. ഗുസ്താഹം റൈറ്റ്സ് ടു ദ കിങ് കൈകാവൂസ് അബൌട്ട് ദ ഡേഞ്ചർ. അപ്പോൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യുവാവായിട്ടുള്ള പോരാളി വന്നിട്ടുണ്ട്, അപകടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സന്ദേശവാഹകനെ വെച്ചിട്ട് ഈ രാജാവിൻ്റെ അടുത്തേക്ക് അറിയിക്കുന്നു. When Kaikavus learns about the attack, he sends Gyu to seek Rustam's help. അപ്പോൾ ഇറാന്റെ രാജാവായിട്ടുള്ള കൈകാവൂസ് ഇങ്ങനെ ഒരു യുവാവായിട്ടുള്ള ആള് തന്നെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് അറിയുന്ന സമയത്ത് ഇവർ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. റുസ്തമിന്റെ സഹായമാണ് അയാൾ അന്വേഷിക്കുന്നത്. അങ്ങനെ റുസ്തമിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സന്ദേശവാഹകനെ പറഞ്ഞയക്കുന്നു. He, however, not taking it seriously, only comes after 4 days. റുസ്തമാണെങ്കിൽ എന്ത് യുവാവോ ചെറുപ്പക്കാരനോ, ഈ ചെറുപ്പക്കാരനെയൊക്കെയാണ് ഇവിടെ തോൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ളൊരു നിസ്സാര ഭാവം എടുത്തിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടേക്ക് വരുന്നത്. The king, angered by the delay, seeks to punish him, but Rustam, saying the kingdom wouldn't exist without him, returns to his place. അപ്പോൾ നേരം വൈകി വന്നത് കാരണം കൊണ്ട് രാജാവ് റുസ്തമിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. പക്ഷേ റുസ്തമാണെങ്കിൽ പറയുന്നത് നിങ്ങളുടെ ഈ രാജാവും ഈ രാജ്യവും ഒന്നും റുസ്തമിന്റെ കരുത്തില്ലെങ്കിൽ നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ച് അഭിമാനകരമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് അയാൾ തിരിച്ച് അയാളുടെ സ്ഥലത്തേക്ക് തന്നെ പോകുന്നത്. Then all the nobles appeal to Rustam and he finally joins the battle. അപ്പോൾ റുസ്തം ഇങ്ങനെ പിണങ്ങി പോകുന്ന സമയത്ത് അവിടെയുള്ള മറ്റു പ്രഭുക്കന്മാരും മറ്റു നാട്ടുരാജാക്കന്മാരും ഒക്കെ റുസ്തമില്ലാതെ ഇയാളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ അപേക്ഷിച്ചുകൊണ്ട് അവസാനം റുസ്തം യുദ്ധത്തിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നു. പാർട്ട് 4. Rustam is surprised when he learns about the strength of this young warrior.
but couldn't think it was his son, for he knew his son would be so young. റുസ്തം ഈ യുവാവായിട്ടുള്ള യോദ്ധാവിന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ അയാളുടെ ശക്തിയെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷേ അയാളുടെ മകനായിരിക്കും അത് എന്ന് അയാൾ ചിന്തിക്കുന്നില്ല. കാരണം അയാൾക്കറിയാം അയാളുടെ മകന് 10-12 വയസ്സേ ആയിട്ടുണ്ടായിരിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു യോദ്ധാവായിട്ട് ഈ ചെറിയ പ്രായത്തിൽ അയാളുടെ മകൻ വരുമെന്ന് അയാൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. സൊഹ്റാബ് tries to find if Rustam has joined the battle, but he is lied to about the truth. സൊഹ്റാബ് ആണെങ്കിൽ കൂടെയുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്, റുസ്തം ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ? പല ആളുകളെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ആരാണ്, ഇത് റുസ്തമാണോ എന്നൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റുസ്തമിനെ ഈ സൊഹ്റാബിന് കാണിച്ചു കൊടുക്കരുത്, അവർ തമ്മിൽ ഏറ്റുമുട്ടിക്കണം എന്നുള്ള പ്ലാനായിട്ടാണ് അയാൾ കൂടെയുള്ള ആളുകൾ വന്നിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ ഇയാളോട് നുണ പറയുകയാണ് ചെയ്യുന്നത്. ദ ഫൈറ്റ് ഇൻ സിംഗിൾ കോമ്പാറ്റ്. അങ്ങനെ അവസാനം ഇവർ തമ്മിൽ നേർക്ക് നേരുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ വേദി വരുന്നു. വെൻ സൊഹ്റാബ് ആസ്ks if it is Rustam that he fights, Rustam lies as a battle strategy. അങ്ങനെ ഇവർ ഏറ്റുമുട്ടാൻ പോകുന്ന സമയത്തും ഈ സൊഹ്റാബ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, നിങ്ങൾ റുസ്തമാണോ എന്നൊക്കെ. പക്ഷെ റുസ്തം യുദ്ധത്തിലെ ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്ക് ആ സമയത്ത് ഞാൻ റുസ്തം അല്ല എന്ന് പറഞ്ഞിട്ട് നുണ പറയുകയാണ് ചെയ്യുന്നത്. ഹി വാണ്ടഡ് ടു സ്കെയർ സൊഹ്റാബ് ദാറ്റ് ഈവൻ മൈറ്റിയർ എനിമി ഈസ് യെറ്റ് ടു കം. അപ്പോൾ റുസ്തമാണ് അവരുടെ സൈന്യത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ആള്. അപ്പോൾ അയാളോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ധൈര്യം കൂടും. അങ്ങനെ ധൈര്യം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റുസ്തമല്ല, റുസ്തമൊക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ, ഇനി ഇതിലും വലിയ ശക്തിയുള്ള ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റുസ്തം താൻ വേറൊരാളാണെന്ന രീതിയിൽ ഇയാളോട് കള്ളം പറയുന്നത്. പാർട്ട് 5. സൊഹ്റാബ് ഡിഫീറ്റ്സ് റുസ്തം ഇൻ ദി ആഫ്റ്റർമാത്ത് ഓഫ് എ ഫിയേഴ്സ് ബാറ്റിൽ. അങ്ങനെ ഇവർ തമ്മിൽ നേർക്കുനേരുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു. ആദ്യത്തെ ദിവസം രണ്ടുപേർക്കും വിജയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അടുത്ത ദിവസത്തിൽ സൊഹ്റാബ് റുസ്തത്തിനെ പരാജയപ്പെടുത്തുന്നു. ബട്ട് റുസ്തം ട്രിക്ക്ഡ് സൊഹ്റാബ്, സെയിങ് ദാറ്റ് കില്ലിംഗ് ദ ഫൈറ്റർ ആഫ്റ്റർ ഫസ്റ്റ് ഡിഫീറ്റ് ഈസ് നോട്ട് ഓണറബിൾ ടു സേവ് ഹിസ് ലൈഫ്. അങ്ങനെ റുസ്തം പരാജയപ്പെട്ടിട്ട് സൊഹ്റാബ് വാളോങ്ങിയിട്ട് നിൽക്കുകയാണ് റുസ്തമിനെ വധിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളൊരു കള്ളം പറയുന്നു. അയാൾ പറയുന്നത്, ഒരു യോദ്ധാവ് ആദ്യത്തെ തവണ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ വധിക്കാൻ പാടില്ല, അത് യുദ്ധത്തിന്റെ നീതിക്ക് നിരക്കുന്നതല്ല. അയാൾ വീണ്ടും യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിലാണ് അയാളെ വധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഇത് വിശ്വസിച്ചിട്ട് സൊഹ്റാബ് റുസ്തമിനെ വെറുതെ വിടുന്നു. ദെൻ ഇൻ ദ നെക്സ്റ്റ് ബാറ്റിൽ റുസ്തം റിഫീറ്റ്സ് ആൻഡ് വോൺസ് സൊഹ്റാബ് വിത്ത് ഹിസ് ആഡഡ് സ്ട്രെങ്ത് ഫ്രം പ്രേയേഴ്സ്. അടുത്ത ദിവസത്തിലുള്ള ഈ പോരാട്ടത്തിൽ റുസ്തം സൊഹ്റാബിനെ പരാജയപ്പെടുത്തുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. അയാൾ പ്രാർത്ഥന കൊണ്ടും മറ്റും നേടിയിട്ടുള്ള അയാളുടെ കൂടുതലായിട്ടുള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ സൊഹ്റാബിനെ പരാജയപ്പെടുത്തുന്നത്. വെൻ സൊഹ്റാബ് സേസ് ഹിസ് ഫാദർ റുസ്തം വിൽ അവെഞ്ച് ഹിം, ദേ ബോത്ത് റിയലൈസ് ദ ട്രാജഡി. അങ്ങനെ ഈ വീട് കിടക്കുന്ന സമയത്ത് സൊഹ്റാബ് പറയുന്നുണ്ട്, എൻ്റെ പിതാവ് നിങ്ങളുടെ അടുത്ത് പകരം ചോദിക്കാൻ വരും, എൻ്റെ പിതാവ് റുസ്തമാണ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോഴാണ് ഇവർക്ക് ഈ ട്രാജഡി ഇവിടെ നടന്ന കാര്യം മനസ്സിലാവുന്നത്. There was, however, a medicine with King Kai cows which Rustam begs for in exchange of all his honor. പക്ഷെ ഈ സൊഹ്റാബിനെ രക്ഷിക്കാൻ വേണ്ടി അവസാനത്തെ ഒരു മാർഗം അവിടെ ഉണ്ടായിരുന്നു. ഈ രാജാവിന്റെ കയ്യിൽ ഒരു മരുന്നുണ്ടായിരുന്നു. ആ മരുന്ന് കൊണ്ടുവരികയാണെങ്കിൽ സൊഹ്റാബിനെ രക്ഷിക്കാൻ കഴിയും. ആ മരുന്ന് തരാൻ വേണ്ടിയിട്ട് ഈ റുസ്തം രാജാവിൻ്റെ അടുത്ത് ഒരുപാട് യാചിക്കുന്നുണ്ട്. പക്ഷെ രാജാവ് അത് കേൾക്കുന്നില്ല. ദ കിങ് ഹൗവർ റിമെമ്പറിംഗ് ദ പ്രൈഡ് ഓഫ് റുസ്തം റിഫ്യൂസസ്. രാജാവ് ആ സമയത്ത് ഓർക്കുന്നത് റുസ്തം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഈ രാജാവും ഒന്നും റുസ്തമിന്റെ കരുത്തില്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ആ അഹങ്കാരത്തെ കുറിച്ച് ഓർത്ത സമയത്ത് രാജാവ് ആ മരുന്ന് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ അവിടെ വെച്ചിട്ട് സൊഹ്റാബ് മരിക്കുകയാണ് ഉണ്ടാവുന്നത്. തമീനെ ഈസ് ഡീപ്ലി സാഡൻഡ് ബൈ ദ ന്യൂസ് ആൻഡ് ലാമൻസ് എ ഇയർ ആൻഡ് ഡൈസ്. ഈ വിവരം കേൾക്കുന്ന സമയത്ത് സൊഹ്റാബിന്റെ അമ്മ തമീന് സ്വാഭാവികമായിട്ടും വളരെയധികം ദുഃഖത്തിലാവുന്നു. അങ്ങനെ അവരവരുടെ കൊട്ടാരവും അവിടുത്തെ വസ്തുക്കളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവിടുത്തെ സ്വർണമൊക്കെ പാവങ്ങൾക്ക് കൊടുത്തിട്ട് 1 വർഷം അവരിങ്ങനെ ദുഃഖിതയായിട്ട് ജീവിക്കുകയും പിന്നീട് മരിക്കുകയാണ് ഉണ്ടാവുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഹാപ്പൻ ടു റക്കൂഷ്? റക്കൂഷിന് എന്താണ് സംഭവിച്ചത്? റക്കൂഷ്, റുസ്റ്റംസ് ഹോഴ്സ്, വാസ് അബ്ഡക്റ്റഡ് ബൈ നൈറ്റ്സ് ഫ്രം തുറാൻ ബട്ട് വാസ് ഇവൻച്വലി ഫൗണ്ട് ആൻഡ് റിട്ടേൺ ടു റുസ്റ്റം.
റക്കൂഷ് എന്ന് പറയുന്നത് റുസ്തമിന്റെ കുതിരയാണ്. അയാൾ വേട്ടയാടി വിശ്രമിക്കുന്ന സമയത്ത് തുറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആളുകൾ വന്നിട്ട് ആ കുതിരയെ തട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് അയാൾക്കത് കണ്ടുകിട്ടുന്നുണ്ട്. ഹൂ ഈസ് തമീനെ? വാട്ട് ഡസ് ഷീ അപ്പീൽ ടു റുസ്തം? ഇനി ആരാണ് തമീനെ? റുസ്തമിനോട് അവർ എന്താണ് ആവശ്യപ്പെടുന്നത്? തമീനെ is the daughter of the king of സാമെങ്കൻ. She appeals to Rustam to father her child. തമീനെ എന്ന് പറയുന്നത് സാമങ്കൻ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവിന്റെ മകളാണ്. അവര് റുസ്തമിനോട് ആവശ്യപ്പെടുന്നത് അവരുടെ കുഞ്ഞിന്റെ പിതാവാകാൻ വേണ്ടിയിട്ടാണ്. ഹൗ ഡസ് തമീനെ ഡിസ്ക്രൈബ് റുസ്റ്റംസ് ഡീഡ്സ് ഓഫ് പ്രോവസ്? ഇനി തമീനെ തന്റെ ആരാധന പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് റുസ്തമിന്റെ വീരപ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? തമീനെ ഡിസ്ക്രൈബ്സ് റുസ്റ്റംസ് ഡീഡ്സ് ഓഫ് പ്രോവസ് ഇൻക്ലൂഡിംഗ് ഹിസ് ഡിഫീറ്റ് ഓഫ് ദ വൈറ്റ് ഡെമൺ ആൻഡ് ഹിസ് ക്യാപ്ചർ ഓഫ് ദ ഫോർട്രസ് ഓഫ് മസീന്തര. റുസ്തമിന്റെ ഒരുപാട് വീരപ്രവൃത്തികളുണ്ട്. അതായത് സിംഹവും മറ്റു മൃഗങ്ങളെ ഒന്നും അയാൾക്ക് ഭയമില്ല. അതുപോലെ തന്നെ വലിയ യോദ്ധാവാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഒരു വൈറ്റ് ഡെമൺ, ഒരു രാക്ഷസനെ അല്ലെങ്കിൽ മോൺസ്റ്ററിനെ റുസ്തം പരാജയപ്പെടുത്തിയ കാര്യവും, അതുപോലെ തന്നെ മസീന്തരാൻ എന്ന് പറയുന്ന ഒരു കോട്ട റുസ്തം ഒറ്റയ്ക്ക് കീഴടക്കിയ കാര്യത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. വാട്ട് ഡസ് റുസ്തം ഗിഫ്റ്റ് ടു തമീനെ ആൻഡ് വാട്ട് ഡസ് ഹി സേ? ഇനി റുസ്തം തമീനയ്ക്ക് എന്താണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? കൊടുക്കുമ്പോൾ എന്താണ് പറയുന്നത്? റുസ്തം ഗിഫ്റ്റ്സ് തമീനെ ആൻഡ് ഒനിക്സ്, എ സിമ്പിൾ ജുവൽ, ആൻഡ് ആസ്ക്സ് her to adorn it in different ways depending on the child's gender. ഒരു ജുവലാണ് കൊടുക്കുന്നത്, ഒരു അടയാളമായിട്ട്. അത് കുഞ്ഞുണ്ടാവുന്ന സമയത്ത് കുഞ്ഞിനെ ധരിപ്പിക്കണം എന്നാണ് പറയുന്നത്. പെൺകുട്ടിയാണെങ്കിൽ വസ്ത്രത്തിലും ആൺകുട്ടിയാണെങ്കിൽ കൈത്തണ്ടയിലും അത് ധരിക്കണമെന്നാണ് റുസ്തം തമീനയോട് പറയുന്നത്. വൈ ഡസ് തമീനെ ടെൽ സൊഹ്റാബ് ടു കീപ് ഹിസ് ലീനിയേജ് എ സീക്രട്ട്? ഇനി തമീനെ സൊഹ്റാബിന്റെ അടുത്ത് പറയുന്നുണ്ട് അയാളുടെ പിതാവ് റുസ്തമാന്നുള്ള കാര്യം ഒരു രഹസ്യമായിട്ട് വെക്കണമെന്ന്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? തമീനെ ടെൽസ് സൊഹ്റാബ് ടു കീപ് ഹിസ് ലീനിയേജ് എ സീക്രട്ട് ടു പ്രൊട്ടക്ട് ഹിം ഫ്രം ഹിസ് എനിമീസ് ഹൂ മൈ ട്രൈ ടു ഹാം ഹിം ബിക്കോസ് ഓഫ് ഹിസ് റോയൽ ബ്ലഡ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് തമീനെ അങ്ങനെ പറയുന്നത്. അതായത് റുസ്തമിന്റെ മകനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അപായപ്പെടുത്താൻ ശ്രമിക്കും എന്നാണ് അവർ പറയുന്നത്. ഹൂ ഇസ് ഗ്യൂ? വാട്ട് ടാസ്ക് ഡസ് കൈകാവുസ് എൻട്രസ്റ്റ് വിത്ത് ഹിം വിത്ത്? ഇനി ഗ്യൂ എന്ന് പറയുന്ന കഥാപാത്രം ആരാണ്? ഈ രാജാവ് കൈകാവുസ് എന്താണ് അയാളെ ഏൽപ്പിക്കുന്നത്? ഗ്യൂ ഈസ് എ വാറിയർ ഇൻ ദി ആർമി ഓഫ് കൈകാവുസ്. കൈകാവുസ് എൻട്രസ്റ്റ് ഹിം വിത്ത് ദ ടാസ്ക് ഓഫ് സീക്കിംഗ് റുസ്റ്റംസ് ഹെൽപ്പ് അഗെയിൻസ്റ്റ് ദി ഇംപെൻഡിങ് അറ്റാക്ക്. ഈ ഗ്യൂ എന്ന് പറയുന്നത് കൈകാവുസിന്റെ ആർമിയിലുള്ള ഒരു വാറിയറാണ്. അയാള് ഏൽപ്പിക്കുന്ന കാര്യം ഈ യുദ്ധം നടക്കാൻ പോകുന്ന സമയത്ത് റുസ്തമിന്റെ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി അയാളെ വിളിച്ചു കൊണ്ടുവരാനാണ് പറയുന്നത്. ഹു ഈസ് സിൻദെ ആൻഡ് വൈ ഈസ് ഹി സെന്റ് ടു ഇറാൻ? വാട്ട് ഹാപ്പൻസ് ടു ഹിം? ഇനി ആരാണ് സിൻദെ? എന്തിനാണ് അയാൾ ഇറാനിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്? എന്താണ് അയാൾക്ക് സംഭവിക്കുന്നത്? സിൻദെ ഈസ് സൊഹ്റാബ്സ് അങ്കിൾ. ഹി ഈസ് സെന്റ് ബൈ തമീനെ സോ ദാറ്റ് ഹി കുഡ് ഹെൽപ്പ് സൊഹ്റാബ് ഐഡന്റിഫൈ റുസ്തം. സിൻദെ എന്ന് പറയുന്നത് സൊഹ്റാബിന്റെ അങ്കിളാണ്, തമീനയുടെ സഹോദരൻ. ഈ റുസ്തമിനെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അയാൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൊഹ്റാബിനെ സഹായിക്കാനാണ് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. ഹി വാസ് കിൽഡ് ബൈ റുസ്തം വെൻ ഹി സ്പൈഡ് ദ തുറാൻസ്. പക്ഷെ റുസ്തമിന്റെ കൈകൊണ്ട് അയാൾ കൊല്ലപ്പെടുകയാണ്. റുസ്തം ഈ തുറാൻസിന്റെ ക്യാമ്പിനകത്ത് സ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ചാരപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇയാളെ കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഈ റുസ്തമിന്റെ കൈകൊണ്ട് ഇയാൾ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. വൈ ഡസ് അഫ്രസിയാബ് റിജോയ്സ് വെൻ ഹി കംസ് ടു നോ ഓഫ് സൊഹ്റാബ്സ് പ്ലാൻ? ഹൂം ഡസ് ഹി സെൻഡ് വിത്ത് സൊഹ്റാബ് ആൻഡ് വാട്ട് ഡസ് ഹി ടെൽ ദം? ഇനി അഫ്രസിയാബ് എന്ന് പറയുന്ന തുറാൻ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവ് ഈ സൊഹ്റാബിന്റെ ഇറാനെ ആക്രമിക്കാനുള്ള പ്ലാൻ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സൊഹ്റാബിന്റെ അടുത്തേക്ക് അയാൾ ആരെയാണ് പറഞ്ഞയക്കുന്നത്? എന്താണ് പറയുന്നത്? Afrasiab rejoices when he learns of Sohrab's plan because it means that Sohrab will challenge Rustam and potentially weaken the Iranian army. അയാൾ സന്തോഷിക്കാനുള്ള കാരണം ഇറാനുമായിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനിലെ രാജാവ് എന്തായാലും റുസ്തമിനെ സഹായത്തിന് വിളിക്കും. അങ്ങനെ ഈ സൊഹ്റാബും റുസ്തവും തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ളതാണ് അയാളെ സന്തോഷിപ്പിക്കുന്നത്. അങ്ങനെ അതിൽ ആര് മരിക്കുകയാണെങ്കിലും ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ദുഃഖം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ അവർക്കൊരു യോദ്ധാവിനെ നഷ്ടപ്പെടും എന്നുള്ള കാര്യമാണ് അയാളെ സന്തോഷിപ്പിക്കുന്നത്. ഹി സെൻഡ്സ് ഹുമാൻ ആൻഡ് ബർമാൻ വിത്ത് സൊഹ്റാബ് ആൻഡ് ടെൽസ് ദം ടു ഹൈഡ് ഹീസ് ഫൈറ്റിംഗ് വിത്ത് ഹിസ് ഫാദർ.
ഇനി സുഹറാബിന്റെ അടുത്തേക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഇയാള് ഹുമാനെയും ബർമാനെയുമാണ് പറഞ്ഞയക്കുന്നത് അയാളുടെ ആർമിയോടൊപ്പം. അവരോട് പറയുന്നത് റുസ്തമുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യം സുഹറാബ് ഒരു കാരണവശാലും മനസ്സിലാക്കരുത്, അത് അയാളിൽ നിന്ന് മറച്ചു വെക്കണം എന്നാണ്. Why does Rustam hide his identity from Sohrab when they engage in single combat? ഇനി ഇവർ ഏറ്റുമുട്ടുന്ന സമയത്ത് റുസ്തം തന്റെ ഐഡന്റിറ്റി എന്താണ് അവിടെ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. റുസ്തം hides his identity from Sohrab during their single combat as a war strategy. അവർ ഏറ്റുമുട്ടുന്ന സമയത്ത് താൻ റുസ്തമാണെന്നുള്ളത് പറയാതിരിക്കുന്നത് യുദ്ധത്തിലെ ഒരു തന്ത്രം എന്നുള്ള രീതിക്കാണ്. He wanted Sohrab to believe an even mightier enemy is yet to come. കാരണം റുസ്തമാണ് ആ സൈന്യത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ആള്. അയാളെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ജയിച്ചതുപോലെയാണ്. അപ്പോൾ ആ ഒരു ധൈര്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ റുസ്തമല്ല എന്നുള്ളതും എന്നെ പരാജയപ്പെടുത്തി കഴിഞ്ഞാലും ഇതിലും ശക്തനായിട്ട് റുസ്തം വരാനുണ്ട് എന്ന് അയാളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇയാളിങ്ങനെ തന്റെ ഐഡന്റിറ്റി പറയാതിരിക്കുന്നത്. വാട്ട് റിക്വസ്റ്റ് ഡസ് സൊഹ്റാബ് മേക്ക് ടു റുസ്തം വെൻ ഹി മീറ്റ്സ് ഹിം ഓൺ ദ സെക്കൻഡ് ഡേ ഓഫ് ദ കോമ്പാറ്റ്? ഇനി ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ രണ്ടാമത്തെ ദിവസം സൊഹ്റാബ് എന്താണ് റുസ്തമിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്? ഓൺ ദ സെക്കൻഡ് ഡേ ഓഫ് കോമ്പാറ്റ് സൊഹ്റാബ് ആസ്ക്സ് റുസ്തം ടു ടെൽ ഹിസ് നെയിം. രണ്ടാമത്തെ ദിവസം സൊഹ്റാബ് റുസ്തമിന്റെ അടുത്ത് പേര് പറയാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്. കാരണം താങ്കൾ റുസ്തമാണോ എന്നുള്ളത് ഇയാൾ പലതവണ ചോദിക്കുന്നുണ്ട്. അപ്പൊ അല്ല എന്ന് പറയുന്നു. പക്ഷെ ഇയാളുടെ ശക്തി കാണുന്ന സമയത്ത് അത് റുസ്തമാണോ എന്നുള്ള സംശയവും സൊഹ്റാബിനുണ്ട്. അപ്പൊ അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അയാൾ പേര് ചോദിക്കുന്നത്. വാട്ട് വൈൽ ഡസ് റുസ്തം റിസോർട്ട് ടു ഇൻ ഓർഡർ ടു സേവ് ഹിംസെൽഫ് ഫ്രം സൊഹ്റാബ്? ഇനി സൊഹ്റാബിന്റെ അടുത്ത് നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റുസ്തം എന്ത് ചതിയാണ് ചെയ്യുന്നത്? റുസ്തം റിസോർട്ട്സ് ടു എ വൈൽ ബൈ ടെല്ലിംഗ് ഹിം കില്ലിംഗ് എ ഫൈറ്റർ ആഫ്റ്റർ ഫസ്റ്റ് ഡിഫീറ്റ് വാസ് എഗെയിൻസ്റ്റ് ദി ഓണർ കോഡ്. റുസ്തം ചെയ്യുന്നത് ഒരു കള്ളം പറയുകയാണ്. അതായത് ഒരു യോദ്ധാവ് ആദ്യത്തെ തവണ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ വധിക്കുന്നത് യുദ്ധത്തിന്റെ നീതിക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നത്. Why does Sohrab say that his youth shall be a theme of derision among the people? ഇനി എന്തുകൊണ്ടാണ് തൻ്റെ ഈ യുവത്വം ആളുകളുടെ ഇടയിൽ ഒരു പരിഹാസമായിട്ട് മാറും എന്നുള്ള രീതിയിൽ പറയുന്നത്? Sohrab says that his youth shall be a theme of derision among the people because it was his fault to go into battle. കാരണം അയാളുടെ തെറ്റാണ് ഇത്ര ചെറിയ പ്രായത്തിൽ തന്റെ പിതാവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് താൻ ഒരു പരിഹാസപാത്രമായിട്ട് മാറുമെന്നുള്ള രീതിയിൽ സൊഹ്റാബ് പറയുന്നത്. വാട്ട് ഈസ് ദ ലാസ്റ്റ് അറ്റംപ്റ്റ് റുസ്തം മേക്സ് ടു സേവ് സൊഹ്റാബ്സ് ലൈഫ്? വൈ ഡസ് ഹി ഫെയിൽ ഇൻ ഹിസ് അറ്റംപ്റ്റ്? സൊഹ്റാബിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റുസ്തം നടത്തുന്ന അവസാന ശ്രമം എന്താണ്? എന്തുകൊണ്ടാണ് അയാൾ അതിൽ പരാജയപ്പെടുന്നത്? The last attempt Rustam makes to save Sohrab's life is by asking for King Kaikau's healing balm, but the king refused to give it. ഈ രാജാവിന്റെ അടുത്ത് ഒരു ഹീലിംഗ് ബാം, ഒരു മരുന്നുണ്ട്. ആ മരുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റുസ്തം ശ്രമിക്കുന്നത്. റുസ്തം അതിനുവേണ്ടി യാചിക്കുന്നുണ്ടെങ്കിലും രാജാവ് അത് കൊടുക്കുന്നില്ല. കാരണം റുസ്തം മുമ്പ് പറഞ്ഞിട്ടുള്ള അഭിമാനപരമായിട്ടുള്ള അഹങ്കാരപരമായിട്ടുള്ള ഈ സംസാരങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് അയാൾ അത് കൊടുക്കാൻ തയ്യാറാവാതിരിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു തമീനെ ഇൻ ദി എൻഡ്? ഇനി തമീനയ്ക്ക് അവസാനം എന്താണ് സംഭവിക്കുന്നത്? തമീനെ ഈസ് ഡീപ്ലി സാഡൻഡ് ബൈ ദ ന്യൂസ് ഓഫ് സൊഹ്റാബ്സ് ഡെത്ത് ആൻഡ് ലാമൻസ് ഫോർ എ ഇയർ ബിഫോർ ഡൈയിങ് ഹിർസെൽഫ്. തമീനെ വളരെ ദുഃഖിതയാവുകയും ഒരു വർഷം വിലപിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ സ്വത്തും മറ്റും എല്ലാം അവർ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു വർഷം അവർ വിലപിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്നിട്ടാണ് അവർ മരണപ്പെടുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഇതിലെ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ക്യാരക്ടർ സ്കെച്ച് ഓഫ് റുസ്തം. റുസ്തം ഇസ് എ ലെജൻഡറി പേർഷ്യൻ ഹീറോ നോൺ ഫോർ ഹിസ് ഇമ്മൻസ് സ്ട്രെങ്ത്, കറേജ് ആൻഡ് ലോയൽറ്റി. റുസ്തം എന്ന് പറയുന്നത് ഒരു ഹീറോ ആണ്, ഒരു വാറിയറാണ്, യോദ്ധാവാണ്. അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്, കറേജ്, ലോയൽറ്റി തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ് അറിയപ്പെടുന്നത്. He is portrayed as a noble and honorable warrior, often described as the champion of Iran. അയാൾ ഒരു മാന്യനായിട്ടുള്ള ഒരു യോദ്ധാവ് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ചാമ്പ്യൻ ഓഫ് ഇറാൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. പക്ഷെ സൊഹ്റാബുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഇടയിൽ അയാൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നുണ പറഞ്ഞു എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ മറക്കരുത്. റുസ്തം is also depicted as a loving father as seen in his interactions with his son Sohrab. മറ്റൊന്ന്, നല്ല സ്നേഹമുള്ള ഒരു പിതാവ് എന്നുള്ള രീതിയിലാണ് റുസ്തമിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സൊഹ്റാബുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്ററാക്ഷൻസിൽ നിന്ന് നമുക്കത്
മനസ്സിലാവുന്നതാണ്. ഡിസ്പൈറ്റ് ഹിസ് വിർച്യൂസ് റുസ്തം ഈസ് നോട്ട് വിത്തൗട്ട് ഫ്ലോസ്. ഇനി ഇയാൾക്ക് ഗുണങ്ങളുണ്ടെങ്കിലും അയാൾക്ക് ഇനി തെറ്റുകളുമുണ്ട്. ഹി ക്യാൻ ബി പ്രൈഡ്ഫുൾ ആൻഡ് സംടൈംസ് സ്റ്റബോൺ വിച്ച് ലീഡ്സ് ടു ട്രാജിക് കോൺസിക്വൻസസ് ഇൻ ഹിസ് കോൺഫ്രണ്ടേഷൻ വിത്ത് സൊഹ്റാബ്. അയാൾ വളരെ പ്രൈഡ്ഫുൾ ആണ്, അഹങ്കാരിയാണ് എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. കാരണം രാജാവിൻ്റെ അടുത്ത് അയാൾ പറയുന്നുണ്ട് ഞാനില്ലെങ്കിൽ രാജാവും ഒന്നുമില്ല എന്നുള്ളത്. ആ ഒരു കാരണം കൊണ്ടാണ് അവസാനം ഈ സൊഹ്റാബിന്റെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്ന് രാജാവ് കൊടുക്കാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഫോൾട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലായിട്ട് നമുക്ക് കാണാം. അടുത്തത് മാനിപ്പുലേഷൻ ആൻഡ് സെൽഫിഷ് മോട്ടീവ്സ് ഇൻ സൊഹ്റാബ് ആൻഡ് റുസ്തംസ് ട്രാജഡി. ഇനി സൊഹ്റാബിന്റെയും റുസ്തമിന്റെയും ട്രാജഡി ഉണ്ടാവാൻ മറ്റുള്ളവരുടെ മാനിപ്പുലേഷനും സെൽഫിഷ് മോട്ടീവ്സുമാണ് കാരണം എന്നുള്ള രീതിയിൽ വിലയിരുത്താനാണ്. അഫർ സാഹിബ് ദ കിങ് ഓഫ് ടുറാൻ മാനിപ്പുലേറ്റ്സ് സൊഹ്റാബ് ഇൻ ടു ഫൈറ്റിംഗ് റുസ്തം. ഇനി അഫർ സാഹിബ് എന്ന് പറയുന്ന ആളാണ് ആദ്യം മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം തുറാനിലെ രാജാവാണ്. അയാൾ തൻ്റെ സൈന്യത്തെ ഈ സൊഹ്റാബിന് വിട്ടുകൊടുത്തുകൊണ്ട് തുറാനിന്റെ സൈന്യത്തെ സൊഹ്റാബ് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. കാരണം റുസ്തമിന്റെ ശത്രു എന്നുള്ള രീതിയിൽ ആണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഈ സൈന്യത്തെ സൊഹ്റാബ് നയിക്കുമ്പോഴാണ് റുസ്തം ഇറാന്റെ പക്ഷത്ത് നിന്നിട്ട് യുദ്ധം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുക. അങ്ങനെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഒന്ന് ശ്രമിക്കുന്നത്. തമീനേഴ്സ് സീക്രസി അബൌട്ട് സൊഹ്റാബ്സ് ലീനിയേജ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ട്രാജഡി ആസ് ഇറ്റ് പ്രിവെന്റ്സ് റുസ്തം ഫ്രം റെക്കഗ്നൈസിംഗ് ഹിസ് സൺ ഓൺ ദ ബാറ്റിൽ ഫീൽഡ്. മറ്റൊന്ന് തമീനയുടെ ഒരു സെൽഫിഷ് ആയിട്ട് വരുന്ന കാര്യമാണ്. കാരണം അവരുടെ മകൻ ഇത്ര വലിയൊരു യോദ്ധാവായിട്ടുണ്ടെന്നുള്ള കാര്യം റുസ്തം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകൻ ഈ റുസ്തമിന്റെ കൂടെ പോകുമെന്നും തൻ്റെ കൂടെ നിൽക്കില്ല എന്നുള്ള അവരുടെ ഭയം കൊണ്ടുകൂടിയാണ് റുസ്തമിന്റെ അടുത്ത് ഈ ഐഡന്റിറ്റി അവൾ ഇങ്ങനെ മറച്ചു വെക്കുന്നത്. അതും ഈ ഒരു ദുരന്തത്തിന് കാരണമാവുന്നുണ്ട്. Then Human and Burman lied to Sohrab about Rustam's identity, making me fight with his father. മറ്റൊന്ന് അഫർ സാഹിബ് അയച്ചിട്ടുള്ള ഈ ഹുമാനും ഈ പോലെ തന്നെ ബർമാനും എല്ലാം ഈ സൊഹ്റാബ് നിരന്തരം റുസ്തമിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്തും അവർക്ക് അറിഞ്ഞിട്ടും അവർ അറിയില്ല എന്ന് പറയുകയും നുണ പറയുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ പിതാവുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. ആ രീതിയിൽ മറ്റുള്ളവരുടെ മാനിപ്പുലേഷനും സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ ട്രാജഡിക്ക് കാരണമാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. തീം ഓഫ് ഹീറോയിസം ഇൻ സൊഹ്റാബ് ആൻഡ് റുസ്തം. ഇനി ഈ ട്രാജഡിയിലെ ഹീറോയിസം എന്നുള്ള തീമിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ബോത്ത് സൊഹ്റാബ് ആൻഡ് റുസ്തം എംബഡി ദ തീം ഓഫ് ഹീറോയിസം ത്രൂ ദെയർ വാലർ ആൻഡ് ബ്രേവറി ഇൻ ബാറ്റിൽ. റുസ്തം എന്ന ക്യാരക്ടറും സൊഹ്റാബ് എന്ന ക്യാരക്ടറും ഈ ഒരു തീം ഇവിടെ കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ബാറ്റിൽ ഫീൽഡിനകത്ത് ഒരുപാട് ബ്രേവറിയും അതുപോലെ തന്നെ സ്ട്രെങ്ത്തും ഒക്കെ കാണിക്കുന്നുണ്ട്. Sohrab, despite his youth, displays remarkable skill and courage, challenging even the legendary Rustam. സൊഹ്റാബ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് ഈ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പൊ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെ ഒരു യോദ്ധാവായി എന്നുള്ളൊരു ഹീറോയിസ് ഒക്കെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. റുസ്തംസ് ആക്ഷൻ സച്ച് ആസ് സ്പെയറിംഗ് ഡിസൊബേയിങ് ദ കിങ് ഷോക്കേസ് ഹിസ് ഹീറോയിക് നേച്ചർ. ഇനി ഈ റുസ്തമിന്റെ പ്രവൃത്തികൾ, പ്രത്യേകിച്ചും ഇതുപോലെ രാജാവിനെ എതിർക്കുക, രാജാവിന്റെ അടുത്ത് അഹങ്കാരത്തോടെ സംസാരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വലിയൊരു ഹീറോ ആയിട്ട് സ്വയം കണക്കാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അടയാളങ്ങളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ഹീറോയിസം എന്ന് പറയുന്ന ഒരു തീം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറയാം. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. എലമെന്റ്സ് ഓഫ് ദി എപ്പിക് ഫോം ഇൻ ദി എപ്പിസോഡ് ഓഫ് സൊഹ്റാബ് ആൻഡ് റുസ്തം. ഇനി ഒരു എപ്പിക് ലിറ്ററേച്ചറിന്റെ ഫോംസ് ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഹീറോയിക് ക്യാരക്ടേഴ്സ്. സൊഹ്റാബ് ആൻഡ് റുസ്തം ആർ പോർട്രേഡ് ആസ് ലാർജർ ദാൻ ലൈഫ് ഹീറോസ് വിത്ത് എക്സ്ട്രോർഡിനറി എബിലിറ്റീസ് ആൻഡ് കറേജ്. ഇവിടെ സൊഹ്റാബിനെയും റുസ്തമിനെയും അവതരിപ്പിച്ചിരിക്കുന്നത് അമാനുഷിക ശക്തികൾ എന്നുള്ള ആളുകളായിട്ടാണ്. അത് നമുക്ക് ഒരു എപ്പിക്കിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയാൻ സാധിക്കും. എപ്പിക് സെറ്റിംഗ്. The story is set in ancient Persia and Turan with ground battles and royal courts reflecting the epic tradition. മറ്റൊന്ന് ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ടൈംസ് ആണ്, പുരാതന കാലത്ത് നടക്കുന്ന കഥ എന്നുള്ളതാണ്. അതും ഇതിന്റെ ഒരു എപ്പിക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ്. വൈൽ നോട്ട് പ്രൊമിനന്റ്, there are hints of the supernatural such as Rustam's superhuman strength and Sohrab's exceptional skills at a young age. മറ്റൊന്ന് സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ് ആണ്. അത് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് റുസ്തമിന് അമാനുഷികമായിട്ടുള്ള ശക്തിയുള്ളതാണ്. മറ്റൊന്ന് സൊഹ്റാബ് വളരെ ചെറിയ പ്രായത്തിൽ 10-12 വയസ്സാകുമ്പോഴേക്കും വലിയൊരു യോദ്ധാവായിട്ട് വളർന്നു വന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇത്തരം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു എപ്പിക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. തീംസ് ഓഫ് ഓണർ ആൻഡ് ഗ്ലോറി.
The episode explores themes of honor, glory, and loyalty, which are central to epic narratives. മറ്റൊന്ന് ഇതിലെ തീംസ് ആണ്. ഇതിൽ വരുന്നത് ഹീറോയിസം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഓണർ, ഗ്ലോറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ തീംസ് ആയിട്ട് വരുന്നത്. അതും എപ്പിക് ലിറ്ററേച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. എപ്പിക് ബാറ്റിൽസ്. The combat between Sohrab and Rustam is depicted as grand, dramatic struggle, typical of epic battles. മറ്റൊന്ന് എപ്പിക് ലിറ്ററേച്ചറിൽ നമുക്കറിയാം, മഹാഭാരതമായാലും അതുപോലെ തന്നെ ഗ്രീക്ക് പുരാണങ്ങളായാലും അതിലെല്ലാം തന്നെ ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ സൊഹ്റാബും അതുപോലെ തന്നെ റുസ്തമും തമ്മിലുള്ള ഈ ഒരു ബാറ്റിൽ ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു എപ്പിക് ലിറ്ററേച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. യൂസ് ഓഫ് എലിവേറ്റഡ് ലാംഗ്വേജ്. ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ദി എപ്പിസോഡ് ഈസ് ഓഫ്റ്റൻ എലിവേറ്റഡ് ആൻഡ് ഫോമൽ, റിമിനിസെന്റ് ഓഫ് ക്ലാസിക്കൽ എപ്പിക് പോയട്രി. മറ്റൊന്നതിലെ ഭാഷയാണ്. അതായത് ഈ തമീനെ റുസ്തമിന്റെ അടുത്ത് തന്റെ ആരാധന പ്രകടിപ്പിക്കുന്ന സമയത്തും അതുപോലെ മറ്റൊരുപാട് സന്ദർഭങ്ങളിലും വളരെ ആലങ്കാരികമായിട്ടുള്ള ഭാഷയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതും എപ്പിക് ലിറ്ററേച്ചറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റോറി ഓഫ് സൊഹ്റാബ് ആൻഡ് റുസ്തം ആസ് എ ട്രാജഡി. ഇതിനെ ഒരു ട്രാജഡി എന്നുള്ള രീതിയിൽ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫാറ്റൽ ഫ്ലോ. ബോത്ത് സൊഹ്റാബ് ആൻഡ് റുസ്തം എക്സിബിറ്റ് ട്രാജിക് ഫ്ലോസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദെയർ ഡൗൺഫോൾ. രണ്ട് ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഫ്ലോസ് ഉണ്ട്. അതാണ് അവരുടെ ഈ ഒരു തകർച്ചയിലേക്ക്, ട്രാജഡിയിലേക്ക് നയിക്കുന്നത്. സൊഹ്റാബ്സ് ഈഗർനെസ് ടു പ്രൂവ് ഹിംസെൽഫ് ആൻഡ് റുസ്തംസ് പ്രൈഡ് ആൻഡ് റിലക്റ്റൻസ് ടു റിവീൽ ഹിസ് ഐഡന്റിറ്റി ലീഡ് ടു ട്രാജഡി. അതിൽ വരുന്നത് സൊഹ്റാബ് വളരെ ചെറുപ്പത്തിൽ തന്നെ അക്ഷമനായിക്കൊണ്ട് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്ന കാര്യവും, റുസ്തമിനാണെങ്കിൽ തന്റെ ഐഡന്റിറ്റി ഇയാൾ നിരന്തരം ചോദിക്കുന്ന സമയത്തും വെളിപ്പെടുത്താതിരിക്കുന്നതുമാണ് ഒരു ഫ്ലോ ആയിട്ട് വരുന്നത്. ഐറണി. The story is filled with irony, such as Rustam unknowingly fighting and killing his own son, highlighting the tragic nature of their conflict. മറ്റൊന്ന് വരുന്നത് ഐറണിയാണ്. കാരണം ഇവർ രണ്ടുപേരും പിതാവും പുത്രനുമാണെന്ന് അറിയാതെയാണ് ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുന്നത്. അത് ഒരു ട്രാജഡി ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. സെൻസ് ഓഫ് ഫേറ്റ്. There is a sense of inevitability and fate in the story, as the characters' actions seem to lead inexorably to a tragic conclusion. മറ്റൊന്ന് വിധി, ഫേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. കാരണം ഇവരുടെ പ്രവർത്തികളെല്ലാം ദുരന്തത്തിലേക്ക് തന്നെ ചെന്ന് അവസാനിക്കുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ സൊഹ്റാബ് ഇത്ര ചെറിയ പ്രായത്തിൽ ഇങ്ങനെ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. മറ്റത് വരുന്നത് കഥാർസിസ് ആണ്. ദ സ്റ്റോറി ഇവോക്സ് ഫീലിംഗ്സ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ, എലിസിറ്റിംഗ് കഥാർസിസ് ഇൻ ദി ഓഡിയൻസ്, വിച്ച് ഈസ് ഹാൾമാർക്ക് ഓഫ് ട്രാജിക് നരേറ്റീവ്. കഥാർസിസ് എന്ന് പറയുന്നത് നമുക്ക് പരിചിതമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് കാണുന്ന ആളുകൾക്ക് ഭയവും അതുപോലെ തന്നെ സഹതാപവും ഒക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ളൊരു കഥയാണ്. അതും ഒരു ട്രാജഡിക് സ്റ്റോറിയുടെ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ലോസ് ആൻഡ് സഫറിങ്. ദ സ്റ്റോറി എൻഡ്സ് വിത്ത് ദ ഡെത്ത് ഓഫ് സൊഹ്റാബ് ആൻഡ് തമീൻ, റിസൾട്ടിങ് ഇൻ പ്രൊഫൗണ്ട് ലോസ് ആൻഡ് സഫറിങ് ഫോർ റുസ്തം ആൻഡ് ദി അതർ ക്യാരക്ടേഴ്സ്. മറ്റൊന്ന് ട്രാജഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻ്റ് ആണ് അതിനകത്ത് സഫറിങ് ലോസും ഉണ്ടാവും എന്നുള്ളത്. ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സ് സൊഹ്റാബും തമീനയും മരണപ്പെടുകയാണ്. റുസ്തമാണെങ്കിൽ ഒരുപാട് നഷ്ടങ്ങളോട് കൂടിയിട്ടാണ് മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ഒപ്പം കഥയിൽ അവസാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടെല്ലാം തന്നെ ഇത് ഒരു ട്രാജഡി ആയിട്ടുള്ള സ്റ്റോറിയാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.